കണ്ടുകൊണ്ടിരിക്കണ്ടോ, ഇത് ആദം മിറാൻ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള അരീക്കോട്ടുകാരനാണ്. പിന്നെ ഒരു കുട്ടിനെ കാണിച്ചിട്ടോ, ഇത് റിഹാന്, ഇവൻ മലപ്പുറം പെരിന്തൽമണ്ണ കരിങ്കല്ലത്താണി സ്വദേശിയാണ്, എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ ഇവരൊക്കെ നല്ല സ്കില്ലുള്ള ടാലൻ്റുള്ള കുട്ടികളാണ്. ഇവരൊക്കെ ഇങ്ങനെ ആളുള്ള കാരണം നമ്മളെ 90s ജനിച്ച എല്ലാവരും വളർന്നു വലുതായി, നമ്മളൊക്കെ ഒരു ഉപ്പമാരുടെ സമയത്ത് നമ്മുടെ കുട്ടികളെ ഇന്നതാക്കണമെന്നൊക്കെ ഓരോരുത്തർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ലോകത്തെ മൊത്തം കാര്യങ്ങൾ എടുത്ത് നോക്കണേ, വൈഭവ് സൂര്യവംശി 14-ാം വയസ്സിൽ ഇന്ത്യൻ ടീമിൽ കളിക്കണു. അതുപോലെ യാമിൻ യമാൽ 16-ാം വയസ്സിൽ ബാഴ്സലോണയിലും സ്പാനിഷിനും ടീമിനും വേണ്ടി കളിക്കണു. ഈ 15, 10, 12, 14 വയസ്സിലൊന്നും ഇവർക്ക് ഈ കുട്ടികൾക്ക് സ്വന്തമായ ഒരു തീരുമാനത്തിൻ്റെ കരിയർ ഇതാണ് ഫിക്സ് ചെയ്യാനൊന്നും കഴിയില്ല. അത് ഫാമിലി സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രം അവരൊക്കെ അവിടെ എത്തുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഫാമിലിയിൽ നല്ല സപ്പോർട്ടായിട്ടുണ്ട്. അതായത് പണ്ട് പോലെ നമ്മൾ കളിച്ചാൽ പോയി അടിച്ചിന കാലമൊക്കെ മാറിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ ആര് ബൂട്ട് വാങ്ങിക്കൊടുക്കലും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സപ്പോർട്ടും വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ സിസ്റ്റം എങ്ങനെ ഈ കുട്ടീനെ അടുത്തൊരു ലെവലിലേക്ക് വളർത്തണം എന്നുള്ളതിനെ കുറിച്ച് ആർക്കും കൃത്യമായ ഒരു ധാരണ അല്ല എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കായിക മന്ത്രി എന്ന് പറയുമ്പോൾ വി അബ്ദുറഹ്മാൻ സാറാണല്ലോ, അദ്ദേഹത്തിന് അടുത്തേക്കെങ്കിലും വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ വരട്ടെ. ഈ കുട്ടികളൊക്കെ വളർന്നു വന്ന് നല്ലൊരു പ്ലെയേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യ ഒരു 114, 115 സ്ഥാനത്ത് ഫുട്ബോൾ റാങ്കിൽ നിൽക്കേണ്ട ഒരു രാജ്യമാണെന്ന് ഞാൻ ചിന്തിക്കണേ ഇല്ല. ഇന്ത്യയിൽ നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ഇത്രയും ആളുകളുള്ള രാജ്യം നമ്മൾ വേണ്ട പോലെ ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് എങ്ങനെ നമ്മളൊരു 30 സ്ഥാനത്തിനുള്ളിൽ വരേണ്ട അർഹിക്കേണ്ട ടീം തന്നെയാണ്. അങ്ങനെ ഭാവിയിൽ എത്തട്ടെ നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ സംവിധാനങ്ങളിൽ ആരൊക്കെ വീഡിയോ എത്തിക്കാൻ പറ്റും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് കാണുന്നതായിരിക്കും. ബൈ ബൈ.